everyone, welcome to Easy Medicos. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഡീഹൈഡ്രേഷനും ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്ടർ ഇൻടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഓവർ ഹൈഡ്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഡീഹൈഡ്രേഷൻ നോക്കുകയാണെങ്കിൽ എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ഫ്രം അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്നും അമിത അളവിൽ വാട്ടറിൻ്റെ ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്കുള്ള വാട്ടറിൻ്റെ ഇൻടേക്ക് ഒന്നെങ്കിൽ ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ വഴിയോ ആണെന്നൊക്കെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വാട്ടർ ഇൻടേക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 ലിറ്റർ പെർ ഡേ ആണ്. അപ്പം ഈ ഒരു എമൗണ്ടിൽ മാറ്റങ്ങളൊക്കെ വരാം, ഏജിനനുസരിച്ചോ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കനുസരിച്ചൊക്കെ ഈ ഒരു എമൗണ്ടിൽ മാറ്റം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലോണം എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്കുള്ള വാട്ടർ ഇൻടേക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 to 3 ലിറ്റർ പെർ ഡേ ഒക്കെയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നും വാട്ടറിൻ്റെ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസെൻസിബിൾ ആയിട്ടുള്ള വാട്ടർ ലോസോ സ്വെറ്റിലൂടെയോ ഫീസസിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ റെഗുലേഷൻ വഴിയൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ലോസ് സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു വാട്ടർ ലോസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻടേക്ക് എമൗണ്ടിനെക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡീഹൈഡ്രേഷൻ. അതായത് ഇഫ് ദ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ലോസ്റ്റ് ഫ്രം അവർ ബോഡി ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് കൺസ്യൂംഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡീഹൈഡ്രേഷൻ. അപ്പം ഇതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫ്ലൂയിഡ് ഇംബാലൻസ്. ഇതിനു മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ഒരു ബാലൻസിലാണെന്ന് നമുക്ക് പറയാൻ നോക്കാം. അതായത് ഇപ്പം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇൻടേക്കും അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ലോസ്റ്റും ഒരേ ലെവലിൽ ഈക്വൽ ആയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ ഫ്ലൂയിഡ് ബാലൻസ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ലെവലിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിയാനാണ് നമ്മൾ ഫ്ലൂയിഡ് ഇംബാലൻസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ ആണ്. അപ്പോൾ ഡീഹൈഡ്രേഷനെ 3 എണ്ണമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ മൈൽഡ് ഡീഹൈഡ്രേഷൻ. ഇവിടെ ഫ്ലൂയിഡിൻ്റെ ലോസ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. അതായത് നമ്മുടെ ടോട്ടൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ 5% ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൈൽഡ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനൊന്നുമല്ല, ആൻഡ് ഇത് നമുക്ക് ഡീഹൈഡ്രേഷൻ വഴി പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ. ഈ ഒരു മോഡറേറ്റ് ഡീഹൈഡ്രേഷനിൽ ഫ്ലൂയിഡിൻ്റെ ലോസ് എന്ന് പറയുന്നത് 10% ആയിരിക്കും. അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡിൻ്റെ 10% ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് സിവിയർ ആയിട്ടുള്ള ഒരു കേസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സിവിയറും അല്ല, പക്ഷേ നമ്മൾ ഇതിനൊരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീഹൈഡ്രേഷൻ ആണ് ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഈ ഒരു മൈൽഡ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രൈനെസ് ഓഫ് മൗത്ത്, നമ്മുടെ മൗത്ത് ഡ്രൈ ആവും. അതേപോലെ തന്നെ തേഴ്സ്റ്റിൻ്റെ ഇൻക്രീസ്, ദെൻ ഡിക്രീസ് സ്വെറ്റിംഗ് ആൻഡ് യൂറിൻ ഫോർമേഷൻ, ഹെഡ് ഏക്ക്, ഡിസിനെസ്, വീക്ക്നെസ് ആൻഡ് ലെഗ്സിലും ആംസിലും ഒക്കെ നമുക്ക് ക്രാംസ് ഫോം ചെയ്യും. ഇതൊക്കെയാണ് മോഡറേറ്റ് ആസ് വെൽ ആസ് മൈൽഡ് ഡീഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് സിവിയർ ഡീഹൈഡ്രേഷൻ. ഇവിടെ ഫ്ലൂയിഡ് ലോസ് എന്ന് പറയുന്നത് 15% ആയിരിക്കും. അതായത് നമ്മുടെ ടോട്ടൽ ബോഡി ഫ്ലൂയിഡിൻ്റെ ഒരു 15% ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ആൻഡ് ഇറ്റ് റിക്വയർ എമർജൻസി ട്രീറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ്, ഈ ഒരു സിവിയർ ഡീഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്രീസ്ഡ് ബ്ലഡ് വോളിയം ആൻഡ് കാർഡിയക് ഔട്ട്പുട്ട്, ലോ ബ്ലഡ് പ്രഷർ, ഹൈപ്പോവെൽമിക് കാർഡിയാക് ഷോക്ക്, അതേപോലെ തന്നെ ഫെയിൻറ്റിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിവിയർ ഡീഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു ബോഡി ഫ്ലൂയിഡിൻ്റെ ലോസ് 15% കൂടുതലാണെങ്കിൽ 15% കൂടുതലായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ് ലോസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മോർ സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷന് കാരണമാകുന്നുണ്ട്. ഈ മോർ സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ ജീവന് പോലും ആപത്താവുന്ന തരത്തിലായിരിക്കും ഈ ഒരു ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാമേജ് ഓഫ് ഓർഗൻസ് ലൈക്ക് ബ്രെയിൻ, ലിവർ, കിഡ്നി, മെൻ്റൽ ഡിപ്രഷൻ, റീനൽ ഫെയിലിയർ, കൺവൽഷൻ, അതേപോലെ തന്നെ കോമ. അപ്പം ഇതൊക്കെയാണ് മോർ സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലുള്ള സോഡിയത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോനെട്രീമിയ അല്ലെങ്കിൽ ഹൈപ്പർ നെട്രീമിയ എന്ന് പറയുന്നുണ്ട്. ഇൻക്രീസ് ഇൻ സോഡിയം ആണെങ്കിൽ ഹൈപ്പർ നെട്രീമിയ എന്നും ഡിക്രീസ് ഇൻ സോഡിയം ലെവൽ ആണെങ്കിൽ ഹൈപ്പോനട്രീമിയ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഹൈപ്പർ നെട്രീമിയനും ഹൈപ്പോനട്രീമിയനെയും കുറിച്ച് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫ്ലൂയിഡ് ലോസിൻ്റെയും അതേപോലെ തന്നെ സോഡിയം ലോസിൻ്റെയും റേഷ്യോൻ്റെ ബേസിസിൽ ഡീഹൈഡ്രേഷനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ. ഇവിടെ നോക്കുമ്പോൾ ബാലൻസ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് സോഡിയം ആണ്. വാട്ടറിൻ്റെയും സോഡിയത്തിൻ്റെയും ലോസ് ഒരേ ലെവലിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഐസോട്ടോണിക് ഡീഹൈഡ്രേഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ വരാനുള്ള കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ഇൻറ്റസ്റ്റൈനൽ ഫ്ലൂയിഡിൻ്റെ ലോസ് ആവാം, ബേൺസ് ആവാം, അതേപോലെ തന്നെ ഹെമറേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തരത്തിൽ ഐസോട്ടോണിക്
ഡീഹൈഡ്രേഷൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ പറയുന്നത് ഹൈപ്പർടോണിക് ഡീഹൈഡ്രേഷൻ ആണ്. ഈ ഒരു ഹൈപ്പർടോണിക് ഡീഹൈഡ്രേഷനിൽ വാട്ടറിൻ്റെ ലോസ് സോഡിയത്തിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വാട്ടറിൻ്റെ ലോസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് മോർ ഹൈപ്പർടോണിക് ആവും. അതുകൊണ്ട് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നും വാട്ടർ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള വാട്ടറിൻ്റെ ആ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു വരും. അപ്പം അത് സെക്കൻഡറി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്കുള്ള വാട്ടറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്. അപ്പം ഈ ഒരു ഹൈപ്പർടോണിക് ഡീഹൈഡ്രേഷൻ്റെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോണിക് ആൽക്കഹോളിസം ആണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ടൈപ്പാണ് ഹൈപ്പോടോണിക് ഡീഹൈഡ്രേഷൻ. ഹൈപ്പോടോണിക് ഡീഹൈഡ്രേഷനിൽ മോർ സോഡിയം ലോസ് ആണ്. നമ്മുടെ വാട്ടറിനെ അപേക്ഷിച്ച് സോഡിയത്തിൻ്റെ ലോസ് ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഇവിടെ ഹൈപ്പോടോണിക് ആവും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഹൈപ്പോടോണിക് ആവുന്നതോടെ തന്നെ സെക്കൻഡറി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നിട്ട് വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ ആ ഒരു വോളിയം കുറഞ്ഞു വരും ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ വോളിയം കൂടി വരും. അപ്പം ഇതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈമറി ഹൈപ്പോ ആൽഡോസ്റ്റെറോണിസം അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പോ അഡ്രീനോ കോർട്ടിക്കോളിസം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കോസസ് ഓഫ് ഡീഹൈഡ്രേഷൻ ആണ്. അതിലാദ്യത്തെ നമ്മൾ നോക്കുമ്പോൾ സിവിയർ ഡയറിയ ആൻഡ് വോമിറ്റിംഗ് ഡ്യൂ ടു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡർ. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡർ കാരണം ഉണ്ടാകുന്ന ഈ ഡയറിയയും വോമിറ്റിംഗ് ഒക്കെ, ഇത്തരത്തിൽ ഈ ഡയറിയയും വോമിറ്റിംഗ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കോസ് ചെയ്യുന്നത് ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇൻഫൻസിലൊക്കെയാണ് ഇത്തരത്തിൽ ഡയറിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് കണ്ടുവരുന്നത്. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമോ വൈറൽ ഇൻഫെക്ഷൻ മൂലമൊക്കെയാണ് ഇത്തരത്തിൽ ഡയറിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകുന്നത്. ആൻഡ് ഇത് കാരണമാകുന്നത് എന്ത് ടൈപ്പ് ഡീഹൈഡ്രേഷൻ ആണ്? ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ. അടുത്ത നമ്മൾ നോക്കുന്നത് എക്സസ് യൂറിനറി ഔട്ട്പുട്ട് ഡ്യൂ ടു റീനൽ ഡിസോർഡർ. റീനൽ ഡിസോർഡർ കാരണം ഉണ്ടാകുന്ന എക്സസ് യൂറിനറി ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. നമ്മുടെ യൂറിനിലൂടെ എക്സസ് ആയിട്ടുള്ള വാട്ടർ ലോസ് ആൻഡ് അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു എൻഡോക്രൈൻ ഡിസോർഡർ മൂലമാണ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ്റെ അളവ് കൂടുക അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറയും. ഇത് നമ്മുടെ യൂറിനിലൂടെ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഡയബറ്റിക് മെലിറ്റസോ ഡയബറ്റിക് ഇൻസിപ്പിഡസോ അതേപോലെ തന്നെ അഡ്രിനൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മുടെ ഈ ഒരു യൂറിനിലൂടെ നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് വാട്ടർ ഇൻടേക്ക്, അതേപോലെ തന്നെ എക്സസ് സ്വീറ്റിങ്ങും, ദെൻ യൂസ് ഓഫ് ലാക്സേറ്റീവ്സ് ഓർ ഡയോറിറ്റിക്സ് ഇൻ ഓർഡർ ടു ലൂസ് വെയിറ്റ് ക്വിക്ക്ലി. അപ്പം ഇത് നമ്മുടെ ഈ ഒരു ലാക്സേറ്റീവ്സിൻ്റെ ഡയോറിറ്റിക്സിൻ്റെ ഒക്കെ യൂസ് കാണുന്നത് മെയിനായിട്ട് അത്ലറ്റ്സിലാണ്. അപ്പോൾ ഈ ഒരു ഡയോറിറ്റിക്സിൻ്റെ ഒക്കെ യൂസ് കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ടൈപ്പ് ഓഫ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഹൈപ്പോട്ടോണിക് ഡീഹൈഡ്രേഷൻ ആണ്. ഹൈപ്പോട്ടോണിക് ഡീഹൈഡ്രേഷൻ. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫീവർ എന്നുള്ള ആ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഫീവറിൻ്റെ ടൈപ്പിൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ആ ഒരു ടൈപ്പ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഹൈപ്പർടോണിക് ഡീഹൈഡ്രേഷൻ ആണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ വരാനുള്ള കാരണങ്ങൾ, കോസസ് ഓഫ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈൽഡ് ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നതിന് ധാരാളമാണ്. അപ്പം ഡ്രിങ്കിങ് ലോട്ട്സ് ഓഫ് വാട്ടർ ആൻഡ് സ്റ്റോപ്പിംഗ് ഫ്ലൂയിഡ് ലോസ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു മൈൽഡ് ഡീഹൈഡ്രേഷൻ റിക്കവർ ചെയ്ത് വരാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ ഒരു സിവിയർ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷനിൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ആ ഒരു ലോസ് തടഞ്ഞതുകൊണ്ടോ മാത്രമായിട്ടില്ല. അപ്പോൾ ഇതിനുള്ള ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ORT ആണ്, അതായത് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. ഈ ഒരു ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേഷ്യൻറ്റിന് ഓറലി ORS കൊടുക്കുകയാണ്. ORS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഈ ഒരു ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അൺഹൈഡ്രസ് ഗ്ലൂക്കോസ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, അതേപോലെ തന്നെ ട്രൈ സോഡിയം സിട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അതാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓറലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിവിയർ ഡീഹൈഡ്രേഷനെ റിക്കവർ ചെയ്ത് വരാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻട്രാവേനിയസ്ലി നമ്മൾ വാട്ടറും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സും അടങ്ങിയിട്ടുള്ള ഒരു ഇൻട്രാവേനിയസ് ഇഞ്ചക്ഷനും നമ്മൾ ഇത്തരം സിവിയർ ഡീഹൈഡ്രേഷനുള്ള ആൾക്കാരിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ടോപ്പിക്കാണ് ഓവർ ഹൈഡ്രേഷൻ. അപ്പം എന്താണ് ഈ ഒരു ഓവർ ഹൈഡ്രേഷൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ വാട്ടർ കണ്ടന്റ്. നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിൻ്റെ എമൗണ്ടിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻക്രീസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറിനേക്കാളും കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഓവർ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വാട്ടറിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വി കൺസ്യൂം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ എമൗണ്ട് വി എക്സ്ക്രീറ്റ് ദെൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഓവർ ഹൈഡ്രേഷൻ. ഈ ഒരു ഓവർ ഹൈഡ്രേഷന് നമ്മൾ വാട്ടർ ഇൻടോക്സിക്കേഷനോ ഹൈപ്പർ ഹൈഡ്രേഷനോ വാട്ടർ പോയ്സണിങ്ങോ വാട്ടർ എക്സസ്നോ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസസ് ഓഫ് ഓവർ ഹൈഡ്രേഷൻ ആണ്. ഹാർട്ട് ഫെയിലിയർ. അപ്പം നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന് വേണ്ട രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കില്ല.
അടുത്ത നോക്കുമ്പോൾ കിഡ്നി ഡിസോർഡർ. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂറിനിലൂടെ പോകുന്ന ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ കിഡ്നിക്ക് സാധിക്കാത്തതായിട്ട് വരും. ഇനി ഒരു ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഡിസോർഡർ, ഒരു ഡിസോർഡർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ദിവസം 8 ലിറ്ററോളം വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ഓവർ ഹൈഡ്രേഷന് കാരണമാവുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കേസ് എന്ന് പറയുന്നത് സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ. അപ്പം ഈ ഒരു കേസിൽ നമ്മുടെ ADHന്റെ സെക്രീഷൻ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ റീറ്റെയിൻമെൻറ്റ് നടക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ഓഫ് അൺഡ്യൂലി ലാർജ് എമൗണ്ട് ഓഫ് മെഡിക്കേഷൻസ്. അപ്പോൾ നമ്മൾ കൂടുതൽ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് മെഡിസിൻ്റെ ഒരു അളവ് വരികയാണെങ്കിൽ അവിടെ ഓവർ ഹൈഡ്രേഷന് കാരണമാവുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുന്നത് ഇൻഫൻസ് ഡ്യൂറിങ് ഫസ്റ്റ് മന്ത്. അപ്പോൾ അതായത് ഒരു ന്യൂ ബോൺ ബേബിയിൽ ഫിൽട്രേഷൻ മെക്കാനിസംസ് ഒന്നും അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എക്സ്ക്രീഷൻ പോലുള്ള പ്രോസസ്സുകളൊന്നും അത്ര പെട്ടെന്ന് നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ഇനി സ്വിമ്മിങ്ങിന് പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരിലും ഓവർ ഹൈഡ്രേഷന് ചാൻസ് ഉണ്ട്. കൂടുതൽ ടൈം കൂടുതലായിട്ട് വെള്ളത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ സ്വിമ്മിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളും ഓവർ ഹൈഡ്രേഷനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഓവർ ഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഓവർ ഹൈഡ്രേഷന് ഏതൊരു വ്യക്തിയുടെയും ബ്രെയിനെയാണ് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി വളരെ ഡ്രൗസി ആൻഡ് ഇൻഅറ്റൻറ്റീവ് ആയിരിക്കും. കൂടാതെ നോസിയ, വൊമിറ്റിംഗ്, വെയിറ്റ് ലോസ്, വീക്ക്നെസ്, ബ്ലഡ് ഡിവിഷൻ പോലുള്ള സിംറ്റംസും കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനീമിക് ആവാം, അസിഡോസിസ്, സൈനോസിസ്, ഹെമറേജ്, ഷോക്ക് തുടങ്ങിയ സിംറ്റംസും ഓവർ ഹൈഡ്രേഷനുള്ള ഒരാൾ നമുക്ക് കാണിക്കുന്നുണ്ട്. മസ്കുലർ സിംറ്റംസ് ആണെങ്കിൽ ക്രാംസും അതേപോലെ തന്നെ മസിൽ ട്വിച്ചിങ്ങും പാരലിസിസും ഈ ഒരു ഓവർ ഹൈഡ്രേഷൻ്റെ സിംറ്റംസ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓവർ ഹൈഡ്രേഷൻ വളരെ സിവിയർ ആണെങ്കിൽ, അതിൽ സിവിയർ കണ്ടീഷനിലുള്ള ഈ ഒരു ഓവർ ഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഡെലേറിയം ഇതൊരു പ്രത്യേക തരത്തിലുള്ള മെൻ്റൽ സ്റ്റേറ്റ് ആണ്. അപ്പം ഈ ഒരാൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരാളെ കാണാൻ സാധിക്കുന്നുണ്ടാവുക. അടുത്ത നമ്മൾ നോക്കുമ്പോൾ സീജേഴ്സ്. അപ്പം ഇതെന്ന് പറയുന്നത് അതായത് ഇൻവോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ മസിൽസിൻ്റെ കൺട്രാക്ഷൻ, അതിനാണ് നമ്മൾ സീജേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോമ. ഈ ഒരു സ്റ്റേറ്റിൽ ആൾ വളരെ അൺകോൺഷ്യസ് ആയിരിക്കും. നമ്മുടെ എക്സ്റ്റേണൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ടുള്ള ഏതൊരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ടാവില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓവർ ഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. നമ്മൾ ഡീഹൈഡ്രേഷൻ്റെ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പം അവിടെ നമ്മൾ വാട്ടറിൻ്റെയും അതേപോലെ തന്നെ സോഡിയത്തിൻ്റെയും റേഷ്യോയുടെയും ബേസിസിൽ ഡീഹൈഡ്രേഷന് 3 ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക്. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഓവർ ഹൈഡ്രേഷനെ 3 ആയിട്ട് പറയാം: ഐസോട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ, ഹൈപ്പോട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ, ഹൈപ്പർട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ. അപ്പോൾ ഇതിൽ ഐസോട്ടോണിക് ഓവർ ഹൈഡ്രേഷനുള്ള കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, ഓറലി അല്ലെങ്കിൽ ഇൻട്രാവീനിയസ്ലി നമ്മൾ ഐസോട്ടോണിക് സലൈൻ സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് റിസൾട്ട് ഇൻ ഐസോട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ. ഇനി ഹൈപ്പോട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് SIADH, അതായത് സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ, ഇത്തരം കേസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൈപ്പോട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ ആണ്. ഈ ഹൈപ്പർട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ ആണെങ്കിൽ, അതായത് നമ്മൾ ഇൻട്രാവീനിയസ്ലി അല്ലെങ്കിൽ ഓറലി ഹൈപ്പർട്ടോണിക് സലൈൻ സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർട്ടോണിക് ഓവർ ഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 3 ടൈപ്പും അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് എന്നും പറയുന്നത്. ഇനി നമ്മൾ ഓവർ ഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഡയോറിറ്റിക്സ്. അപ്പം ഈ ഒരു ഡയോറിറ്റിക്സിൻ്റെ യൂസ് മൂലം നമുക്ക് നമ്മുടെ യൂറിനിലൂടെ ലോസ് ചെയ്യുന്ന ആ ഒരു വാട്ടറിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ADH റിസെപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. ഈ ഒരു ADH റിസെപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് നമ്മുടെ ADH ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സലൈൻ ടു റീസ്റ്റോർ സോഡിയം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓവർ ഹൈഡ്രേഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതേപോലത്തുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്